ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക് മോഹൻ, ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ രാധ മരിക്കുന്നത്. പിന്നീട് നമ്മൾ പ്രതിഷേധവും ഒക്കെ കണ്ടു, ആ ദൃശ്യങ്ങളും കണ്ടു. ഇനി അറിയേണ്ടത് കൂട് സ്ഥാപിച്ച് അവിടെ നിലയുറപ്പിക്കുകയാണോ? ROT സംഘം നിരീക്ഷണമുണ്ടോ ഇന്ന് രാത്രി? സുജയ പാർവതി, നിലവിൽ ഈ രാധയുടെ മൃതദേഹം കണ്ട സ്ഥലത്തിനടുത്ത് വനംവകുപ്പ് ഇപ്പോൾ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം മേഖലയിൽ 23 ക്യാമറകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. അത് ലൈവ് ക്യാമറകളുണ്ട്. ഇത്തരത്തിൽ AI ക്യാമറകൾ ഉൾപ്പെടെ ഈ കടുവയുടെ സാന്നിധ്യം നിരീക്ഷിക്കാനായി വനംവകുപ്പ് ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ പഞ്ചാരിക്കൊല്ലിക്ക് സമീപം കൃഷിയിടത്തിൽ കാപ്പി വിളവെടുപ്പ് ജോലിക്കായി എത്തിയതായിരുന്നു രാധ. അതിനിടയിലാണ് രാധയെ കടുവ ആക്രമിച്ചത്. രാവിലെ ഈ മേഖലയിൽ തിരച്ചിലിനായി എത്തിയ തണ്ടർബോൾട്ട് സംഘം ആ മേഖലയിൽ ഒരു രക്തത്തുള്ളികളും ഒപ്പം ചെരുപ്പും ഒരു കത്തിയും കണ്ടു. തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലെ ഉടമയോട് ചോദിച്ച് അവർ ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 50 മീറ്റർ അകലെയായി ഈ രാധയുടെ മൃതദേഹം കണ്ടത്. പിന്നീട് ഉടൻ തന്നെ മന്ത്രി OR കേളു സ്ഥലത്തേക്ക് എത്തുകയും ഈ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ച് പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനിടയിലാണ് വലിയ പ്രതിഷേധമുണ്ടായത്. 2 മണിക്കൂറിലധികം ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായി. പ്രദേശവാസികളടക്കം മന്ത്രിയെ തടഞ്ഞു വയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. പലതവണ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധക്കാരോട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ മയക്കുവെടി വെച്ച് പിടികൂടരുത്, പകരം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിൽ അവർ മന്ത്രിക്ക് മുൻപിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ച് നിമിഷങ്ങൾക്കകം തന്നെയാണ് കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടത്. അതിന് പ്രകാരം ഇപ്പോൾ വനംവകുപ്പിന്റെ ROT സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഒരു കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരിമിതികളുണ്ട്. രാത്രിയിൽ കടുവയെ തിരച്ചിൽ അസാധ്യമാണ്. എന്നാലും വനംവകുപ്പിന്റെ ROT സംഘം ഇവിടെയുണ്ട്. അവർ തെർമൽ സ്കാനർ ക്യാമറകൾ ഉപയോഗിച്ച് കടുവയുടെ സാന്നിധ്യം ഈ ഭാഗത്ത് നിരീക്ഷിക്കും. ഒപ്പം പുലർച്ചെ തന്നെ വീണ്ടും കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് അറിയിച്ചത്. ഈ മേഖല എന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയായതുകൊണ്ട് തന്നെ ചെങ്കുത്തായ പ്രദേശങ്ങളൊപ്പം വലിയ കുന്നുകളൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ കടുവയെ രാത്രി തിരച്ചിൽ നടത്തുക എന്നത് ദൗത്യം ദുഷ്കരമാകുന്നത് കൊണ്ടാണ് വനംവകുപ്പ് താൽക്കാലികമായി രാത്രിയിൽ തിരച്ചിൽ നടത്തുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കൂടിനടുത്തും ഒപ്പം തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും വനംവകുപ്പ് തുടരും. സുജയ.